പ്രണയപ്പകയുടെ പേരിൽ ഫെബിൻ ജോർജ് ഗോമസ് എന്ന 22 വയസ്സുകാരന്റെ ജീവനെടുത്ത ഒളിയോഗോവിലുള്ള കൊല്ലം ആശ്രമം മൈതാനത്തിന് സമീപമുള്ള ഒളിയോഗോവിലുള്ള ഫെബിന്റെ വീടിന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു നാടിനെ മുഴുവൻ നടുക്കിയ സംഭവം. ഈ വീടിന്റെ ഗേറ്റ് തുറന്ന് ഈ കോളിംഗ് ബെല്ലടിച്ച് ഫെബിനെ വൈകിട്ട് 7 മണിയോടെ പുറത്തേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷമായിരുന്നു തേജസ് രാജ് ഒരു ദ്രാവകം, പെട്രോൾ രൂപത്തിലുള്ള ഒരു ദ്രാവകം ഫെബിന്റെ ദേഹത്തേക്ക് ഒഴിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അപ്പോൾ പിതാവ് ജോർജ് ഗോമസ് കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നതോടെയാണ് ഈ ഇന്ധനത്തിൽ തീ കൊടുത്ത് കത്തിക്കാനുള്ളൊരു നീക്കം പരാജയപ്പെട്ടത്. തുടർന്ന് ഫെബിനെ പുറത്തേക്ക് വിളിച്ച് ഇറക്കിയതിനു ശേഷം ഈ രണ്ട് വശങ്ങളിൽ നിന്ന് ഈ രക്തം തളം കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന ആ സ്ഥലത്ത് വിളിച്ചു വരുത്തിയതിനു ശേഷം നെഞ്ചിലും വാരിയലിലും കഴുത്തിലുമായി കുത്തുകയായിരുന്നു. ആഴത്തിലുള്ള മുറിവാണ് ഈ ഫെബിൻ ജോർജ് ഗോമസിന് ഈ അക്രമിയുടെ പക്കൽ നിന്ന് ഉണ്ടായത്. തുടർന്ന് ഈ പർദ്ദ ധരിച്ചെത്തിയ പ്രതി അതിന്റെ ഒരു ഭാഗം ഇവിടെ ഈ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ താഴെ വീണ് കിടപ്പുണ്ട്. ഇപ്പോഴും അതിന് സമീപത്തുകൂടി മതിൽ ചാടി പുറത്തേക്ക് കടന്നു എന്നാണ് പോലീസിന് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ നിന്ന് രക്തക്കറ പുരണ്ട വസ്ത്രങ്ങളുമായി ഈ തേജസ് രാജ് ഇവിടെ നിന്ന് കടപ്പാക്കട റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി അകലെ നിർത്തിയിട്ടിരുന്ന വാഹനത്തിലേക്ക് പോയത്. തൽക്ഷണം ഈ പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ഓടിയിറങ്ങിയ ഫെബിൻ ജോർജ് ഗോമസ് ഈ ഗേറ്റിലൂടെ, അതായത് താഴെ നിന്ന് ഈ പരിക്കേറ്റ് ഇവിടെ എത്തി, ഇവിടെ നിന്ന് ഈ ഗേറ്റ് തള്ളി നീക്കി പുറത്തേക്ക് ഇറങ്ങി. അതുവഴി അവിടെ മുഴുവൻ രക്തം തളം കെട്ടി കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. അവിടെ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങി ആരെങ്കിലും രക്ഷപ്പെടുത്താൻ ഓടി വരണമെന്ന ഒരു അഭ്യർത്ഥനയോടെ അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിയിറങ്ങിയത്. ഈ പോകുന്നതിനിടയിൽ പ്രതിയുടെ പക്കൽ നിന്ന് അയാൾ ഉപേക്ഷിച്ച കത്തി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അത് അവിടെ പ്ലാസ്റ്റിക് ബക്കറ്റ് കൊണ്ട് മറച്ചിരിക്കുന്ന സ്ഥലത്താണ് കത്തിയുള്ളത്. ഫോറൻസിക് സംഘം പരിശോധനയ്ക്ക് വന്ന് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഈ ഫെബിൻ ജോർജ് പുറത്തേക്ക് ഇറങ്ങി ഓടിയത്. ആ വഴിയിൽ മുഴുവൻ ഇപ്പോഴും രക്തം ഇങ്ങനെ തളങ്ങറ്റി കിടക്കുകയാണ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 50 മീറ്റർ ഫ്രണ്ടിലേക്കാണ് ഈ അലറി വിളിച്ചുകൊണ്ട് ഫെബിൻ ഓടിയത്. ആ ഓടിയ വഴിയിൽ മുഴുവൻ രക്തം വാർന്നൊഴുകിയ നിലയിലാണ് ഇപ്പോഴും ഉള്ളത്. അവിടെ ഏതാണ്ട് ഒരു CCTV ക്യാമറകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇന്നലെ വൈകിട്ട് തന്നെ ഈ തളർന്നു വീഴുന്ന, അതായത് ഈ ഫെബിൻ തളർന്നു വീണ സ്ഥലത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്നിരുന്നു. ഇവിടെ പോലീസ് മാർക്ക് ചെയ്ത ആ സ്ഥലം പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവിടെ വരെ ഓടിയെത്തിയ ഫെബിൻ ഈ ഒരു സ്ഥലത്ത് വെച്ച് തളർന്ന് അവശനായി നിലത്തേക്ക് വീഴുകയായിരുന്നു. ഈ അലർച്ച കേട്ടാണ് സമീപവാസികൾ ഈ താഴെ വശത്തു നിന്നും, ഈ സ്ത്രീകളടക്കമുള്ളവർ ഈ താഴെ വശത്തു നിന്നും ഇവിടേക്ക് ഓടിയെത്തിയത്. പെട്ടെന്ന് ആർക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടക്കുന്ന ഫെബിനെയാണ് അവർ ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിയാണ് ഫെബിനെയും പിതാവ് ജോർജ് ഗോമസിനെയും ആശുപത്രിയിലേക്ക് അയക്കുന്നത്. പക്ഷേ പോകുന്ന സമയത്ത് തന്നെ ഫെബിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികളടക്കം പോലീസിന് നൽകുന്ന മൊഴി. കാരണം 3 ആഴത്തിലുള്ള മുറിവുകളാണ് ഫെബിനേറ്റത്. അതുപോലെ ഈ ഫെബിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ പിതാവ് ജോർജ് ഗോമസിനും സമാനമായ തരത്തിൽ പരിക്കേറ്റു. അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ഈ പ്രതിയായിട്ടുള്ള തേജസ് രാജ് കടപ്പാക്കടുത്ത് വാഹനം ഉപേക്ഷിച്ച ശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങി റെയിൽവേ ട്രാക്കിലേക്ക് ഓടിക്കയറി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഏറെ നാളായി ഇവർ സ്കൂൾ കാലഘട്ടം മുതൽ ഒരുമിച്ച് പഠിച്ചവരാണ്. ഫെബിന്റെ സഹോദരിയും അതോടൊപ്പം തന്നെ ഈ തേജസ് രാജും. തേജസ് രാജിന് ഈ ഫെബിന്റെ സഹോദരിയോട് ഏറെ നാളായി പ്രണയമായിരുന്നു. വളരെ അടുത്ത ഒരു ബന്ധമുണ്ടായിരുന്നു. അത് വിവാഹാലോചനയിലേക്ക് വരെ എത്തുകയും ഏതാണ്ട് അത് ഉറപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയും ചെയ്തതാണ്. പക്ഷേ ഈ പോലീസിലേക്ക് ടെസ്റ്റ് എഴുതി അതിന്റെ ഫലം വരാനായി കാത്തിരിക്കുകയായിരുന്നു തേജസ് രാജ്. അതിനിടയിൽ ഈ ഫിസിക്കൽ ടെസ്റ്റിൽ ഫിറ്റ്നസ് പരീക്ഷയിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനിടയിൽ തന്നെ ഈ ഫെബിന്റെ സഹോദരിക്ക് കോഴിക്കോട് ഒരു സ്വകാര്യ ബാങ്കിൽ ജോലി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ആലോചിച്ചു വെച്ചിരുന്ന ഈ വിവാഹത്തിൽ നിന്ന് ഫെബിന്റെ കുടുംബം പിന്നോട്ട് പോയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ഇരു കുടുംബാംഗങ്ങളും തമ്മിൽ വളരെ അടുത്തൊരു ആത്മബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. തേജസ് രാജിന്റെ പിതാവ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഒരു സബ് ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹവും ഈ കുടുംബവുമായൊക്കെ വളരെ അടുത്ത ഒരു ബന്ധം തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. സ്കൂൾ കാലഘട്ടം മുതൽ അറിയാവുന്നവരാണ് ഫെബിനും തേജസ് രാജും അതോടൊപ്പം തന്നെ ഫെബിന്റെ സഹോദരിയുമെല്ലാം.
ആ ഒരു അടുപ്പമാണ്, സൗഹൃദമാണ് പിന്നീട് വിവാഹാലോചനയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു കാരണത്തിന്റെ പേരിൽ, ഈ ജോലി ലഭിക്കില്ല എന്നുറപ്പായതിന്റെ പേരിൽ ഈ വിവാഹത്തിൽ നിന്ന് ഫെബിന്റെ കുടുംബം പിൻവാങ്ങിയതിലുള്ള ഒരു പ്രകോപനമാണ് ഇങ്ങനെയൊരു കൃത്യത്തിലേക്ക്, ക്രൂരകൃത്യത്തിലേക്ക് തേജസ് രാജിനെ നയിച്ചത് എന്നാണ് പോലീസിന് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഫെബിന്റെ അമ്മ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് ആളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് എന്ന തരത്തിൽ ഈ തേജസ് രാജുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഗോമസ് അതുമായി ബന്ധപ്പെട്ട്, അതായത് ജോർജ് ഗോമസ് അതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് ഇതുവരെ വ്യക്തമായ മറുപടിയല്ല നൽകിയിരിക്കുന്നതെന്നാണ് ഇതിനോടകം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസിന്റെ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്താണ് ഈ പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്താൻ. ഈ പ്രണയപ്പക എന്ന് പറയുമ്പോൾ പ്രതി ലക്ഷ്യം വെച്ചിരുന്നത്, ഈ തേജസ് രാജ് ലക്ഷ്യം വെച്ചിരുന്നത് ഫെബിന്റെ സഹോദരിയെയാണ്. സഹോദരി അന്വേഷിച്ചാണ് ഈ വീട്ടിലേക്ക് എത്തിയത് എന്ന തരത്തിലുള്ള സൂചനകളാണ് വരുന്നത്. പക്ഷേ ഇവിടേക്ക് എത്തുമ്പോൾ ഈ സഹോദരി വീട്ടിൽ ഇല്ലാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടെ അങ്ങനെ ഒരു പരിശോധന നടത്താനോ അല്ലെങ്കിൽ ഈ സഹോദരി അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഫെബിന് നേർക്ക് തിരിയുന്നത്. അങ്ങനെ ഫെബിനെ അപായപ്പെടുത്താനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നത് കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് തന്നെ ഇവിടേക്ക് എത്തുകയായിരുന്നു. ഈ സഹോദരിയെ കൊലപ്പെടുത്തിയതിനു ശേഷം തേജസ് രാജും ആത്മഹത്യ ചെയ്യുക, ഈ ലക്ഷ്യത്തോടെയാണ് ഇവിടേക്ക് എത്തിയത്. പക്ഷേ ആ പെൺകുട്ടി ഇവിടെ ഇല്ലാതിരുന്നതുകൊണ്ടാണ് അവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. അങ്ങനെയാണ് ഫെബിന് നേരെ ഈ അക്രമം ഉണ്ടാകുകയും അതിനുശേഷം ഇയാൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കടപ്പാക്കടയിൽ റെയിൽവേ ട്രാക്കിൽ ഓടിക്കയറി ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ നാടിപ്പോഴും ഈ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരു യുവാവ് പർദ്ദ ധരിച്ചെത്തി 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ള കാര്യമൊന്നും ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാരും. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.